നമുക്കിന്ന് ഡിവൈൻ ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്കുള്ള 2 സെറ്റ് കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. 2 കാർഡ് വീതം എടുക്കാം കേട്ടോ. ഓക്കെ, ഫോക്കസ് ഓൺ യുവർ വർക്ക് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കൂ. ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങളുടെ കരിയറിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തൂ എന്നാണ് ഫസ്റ്റ് ഗൈഡൻസ്. പിന്നെ പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാതിരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് കൈവരുന്ന പോസിബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. റിസ്ക് എടുത്ത് ശീലിക്കുമെന്ന്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്ത് എടുത്ത് ചാടാതെ പ്ലാൻ ചെയ്ത് ഇരുന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക. ചിലപ്പോൾ ഒരു ദീർഘദൂര യാത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വെക്കേഷന് പോകുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യുക. മേക്ക് ദി എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമൊക്കെ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദി എഫേർട്ട് ടു ടോക്ക് ടു ദം എന്നാണ്. നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് നോക്കാം. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ വഴക്കിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. എല്ലാം നല്ലതായിട്ട് തന്നെ വരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ ലവ് ലൈഫ് ഇംപ്രൂവ് ആവും. കീപ് an open mind. Your soulmate may differ from your usual type and expectations. എന്ന് വെച്ചാൽ ഇത് തീരെ ശരിയാവാത്ത സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. എൻഗേജ്മെന്റ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ബിഗർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്, ഒരു എൻഗേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. അതായത് നിങ്ങൾ മാത്രം സംസാരിച്ചാൽ ക്ലിയർ ആവാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഫാമിലിയുടെയോ ഹെൽപ്പ് എടുക്കൂ. Forgiving and learning. As you release and heal the past, you experience more love in your present moments. എന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ അവരുടെ തെറ്റ് ക്ഷമിക്കുക. അവരുടെ അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തീരെ അവരോട് ക്ഷമിക്കാൻ പറ്റില്ല, ഇനി ഒരു ചാൻസ് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ എന്നാണ് ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ള. Hope it helps.